ഇന്ന് ഞാൻ മൂക്കാത്ത റോബസ്റ്റ് കായ വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ പോവാം. ആദ്യം എല്ലാത്തിൻ്റെയും തൊലി നന്നായിട്ട് ചീകിത ഇതേപോലെ വൃത്തിയാക്കി വെക്കണം. ഈ വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് വേഗം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കാം. അതിലേക്ക് ഈ ഉള്ളി, ചെറുള്ളി, ഞാൻ ചെറുള്ളിയും വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല ഇതാണ് എടുത്തിരിക്കണേ. ഇതൊക്കെ ഒന്ന് മൂക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. ആ സമയത്തുകൊണ്ട് നമുക്ക് ആ കായേനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂക്കണ വരെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൽ നിന്നൊരു നല്ല ഈ ഗാർലിക്കും ഉള്ളിയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വന്നുകൊണ്ടിരിക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഈ കായേനത ഇതേപോലെ കുരുകുരുന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ മൂത്ത ഉള്ളിയിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും നന്നായിട്ട് ആഡ് ചെയ്തിട്ട് ഇതിനും ഒരു ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അതിൻ്റെ ഒരു കുത്തൽ മാറണ വരെ ജസ്റ്റ് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇത് റോബസ്റ്റ് കായാണ്. അധികം മൂക്കൊന്നും ആയിട്ടുണ്ടായില്ല. ടേസ്റ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഉണ്ടാക്കി നോക്കാം വിചാരിച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ മൂത്തയിലേക്ക് ഇതിന് വേവാൻ ആവശ്യമായിട്ടുള്ള 1 കപ്പ് വെള്ളം ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ചെയ്ത് ഇതൊന്ന് മിക്സായതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള റോബസ്റ്റ് കായ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടതിന് ശേഷം ഒരു 5-10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം. നന്നായി ഒന്ന് മിക്സായതിന് ശേഷം ഇത് ഒരു ഇതിൻ്റെ തന്നെ പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് അതിന് വേവാൻ കുറച്ച് സമയം കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി അതിനെ ഒന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നമ്മളതിനകത്ത് ഉപ്പ് ഇട്ടുണ്ടായില്ല. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്ക് അതുപോലെ തന്നെ മൂടി വയ്ക്കാം. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ. ഇത് വേഗം തന്നെ ഒരു ഉപ്പേരി വീട്ടിലുണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്പം നേരം കഴിഞ്ഞു, 5 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കി. വലിയ കുഴപ്പമൊന്നുമില്ല, വെള്ളമൊക്കെ വറ്റി അടിപൊളി ഒരു ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് എൻ്റെ ലഞ്ചിന് വേറെ ഉപ്പേരി അന്വേഷിച്ച് പോകണ്ട. അപ്പോൾ എൻ്റെ ലഞ്ചും റെഡിയായി. നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയൂ കേട്ടോ.